ാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്ര ഉത്സവത്തിനിടെ ആന എഴുന്നള്ളിപ്പിൽ ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി പറയുകയാണ്. മാർഗനിർദ്ദേശങ്ങൾ ധിക്കരിക്കാൻ ആരാണ് പറഞ്ഞത് എന്ന് കോടതി ചോദിച്ചു. കോടതി ഉത്തരവ് ധിക്കരിച്ച് ചില ഭക്തർ പറയുന്നത് പോലെയാണോ ചെയ്യേണ്ടത്? ദേവസ്വം ഓഫീസർക്ക് സാമാന്യ ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും ദേവസ്വം ഓഫീസറോട് ഹൈക്കോടതി ചോദിച്ചു. വിവരങ്ങളുമായി രാഗിനുണ്ട്. രാഗിൻ, വളരെ രൂക്ഷമായ വിമർശനം. കോടതി നടപടിയിലേക്ക് പോകേണ്ട സ്ഥിതി കോടതിക്കുണ്ടാകുന്നു. സത്യവാങ്മൂലത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ എടുത്താണ് കോടതി കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്? ആനയെഴുന്നള്ളിപ്പിൽ കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിൽ അത് ലംഘിക്കപ്പെട്ടു എന്നതാണ് ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അതിൽ സംബന്ധിച്ച് ജില്ലാ കളക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ദേവസ്വം ഓഫീസറോട് നിലപാട് എന്താണ് സംഭവിച്ചതെന്ന കാര്യം പറയാൻ പറഞ്ഞത്. ദേവസ്വം ഓഫീസർ സത്യവാങ്മൂലം കൊടുത്തു. അതിൽ പറയുന്നത് ഈ മഴയും തിരക്കും ഒക്കെ ഉണ്ടായപ്പോൾ ആനകളെ ഒരുമിച്ച് പന്തലിലേക്ക് കയറ്റി നിർത്തിയതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ചില വിശ്വാസികൾ ഇത്തരത്തിൽ താൻ ഈ നീക്കങ്ങളൊക്കെ നടത്തിയപ്പോൾ സഹകരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട്. എന്തായാലും ആ സത്യവാങ്മൂലം ഇപ്പോൾ ഹൈക്കോടതി പൂർണ്ണമായും തന്നെ തള്ളുകയാണ്. മാത്രമല്ല കോടതിയലക്ഷ്യ നടപടികളിലേക്ക് കൂടി ഹൈക്കോടതി പോയിരിക്കുന്നു. ദേവസ്വം ഓഫീസർ രഘുരാമന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി. എന്തായാലും അതിശക്തമായിട്ടുള്ള നിലപാടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്നാണ് കോടതി ചോദിച്ചത്. ഇതോടൊപ്പം തന്നെ സാമാന്യ ബുദ്ധിയില്ലേ എന്ന് കോടതി ആരാഞ്ഞു. മാത്രമല്ല ചില ഭക്തർ പറയുന്നത് പോലെയാണോ കോടതി ഉത്തരവുകൾ ലംഘിച്ച് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തുടരുക. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശ്രീ കെ സുദർശൻ ടെലിഫോണിൽ. ശ്രീ കെ സുദർശൻ, വളരെ രൂക്ഷമായ വിമർശനം വീണ്ടും കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ചിലർ ഭക്തർ പറഞ്ഞത് കേട്ട് എന്ന നിലയിലൊക്കെ സത്യവാങ്മൂലം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു വിമർശനത്തിന് കാരണമാകില്ലേ? ആ സത്യവാങ്മൂലം തന്നെ പാളിപ്പോയെന്നാണോ? എന്താണ് കോടതിയുടെ ഈ നിരീക്ഷണത്തോട് താങ്കളുടെ അഭിപ്രായം? അല്ല, കോടതി അത് വീണ്ടും സത്യവാങ്മൂലം ഒന്നുകൂടി സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജനുവരിയിൽ. അപ്പൊ അതനുസരിച്ച് ഇതില് എന്താ ഏത് രീതിയിലാണത് പാളിച്ച സംഭവിച്ചെന്നുള്ളത് അത് പരിശോധിച്ച് സത്യവാങ്മൂലം കൊടുക്കും വീണ്ടും. കാരണം ഇപ്പൊ നടന്ന സംഭവം ദേവസ്വം ഓഫീസർ കാര്യം ആദ്യം വളരെ കൃത്യമായി ഇപ്പൊ ഈ കോടതി പറഞ്ഞ പോലെയുള്ള നിയമങ്ങൾ ഒക്കെ അനുസരിച്ചാണ് അവിടെ ഈ ചടങ്ങ് ആരംഭിച്ചത്. പിന്നീട് ഈ തൃക്കേട്ട പുറപ്പാടിന്റെ ദിവസമാണ് ഇങ്ങനെ നിയമലംഘനം നടന്നു എന്നൊരു വിവരം. ആനകൾ തമ്മിലുള്ള അകലം, ആളുകളുമായുള്ള അകലം ഒക്കെ പാലിക്കാൻ ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പൊ അതിന് അവിടുത്തെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മഴ വന്നതുകൊണ്ട് കയറ്റി നിർത്തി ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഈ ചില ഭക്തർ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ചില ഭക്തർ നിസ്സഹരിച്ചു എന്ന് പറയുമ്പോൾ കോടതിയുടെ മുന്നിൽ പെട്ടെന്ന് കോടതിക്ക് ഒരു വടിയെടുക്കാനുള്ള ഒരു അവസരം ദേവസ്വം കമ്മീഷണറുടെ ഈ സത്യവാങ്മൂലം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തില്ലേ? അല്ല, അതില് അതുകൊണ്ടാണത് രണ്ടാമത് സത്യവാങ്മൂലം സമർപ്പിക്കാൻ വേണ്ടി കോടതി പറഞ്ഞേക്കുന്നത്. കാരണം ഇവിടെ നിയമപരമായിട്ട് തന്നെയാണ് വൃശ്ചികോത്സവം ആരംഭിച്ച ഓരോ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ പർട്ടിക്കുലർ ദിവസം തൃക്കേട്ട് ദിവസമാണ് ഇങ്ങനെ അതിന്റെ പ്രധാന കാരണം ദേവസ്വം ഓഫീസർ പറയുന്നത് തന്നെയാണ്. കാരണം അതിശക്തമായിട്ടുള്ള മഴയാണ് ആ സമയത്ത് വന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഇത്രയും ആനകൾ നിർത്താനുള്ള സൗകര്യം. കാരണം ഈ നെറ്റിപ്പട്ടവും അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾ നനയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കയറ്റി നിർത്തിയത്. അപ്പൊ അത് അന്നത്തെ ദിവസം ശരിക്കും സംഭവിച്ച കാര്യം തന്നെയാണ്. നമ്മൾ ആ ഒരു റീസണാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ അത് കുറച്ച് സമയം നീണ്ടുപോയതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കാണിക്കയിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് കാരണം തന്നെയാണ്. അത് കോടതിക്ക് അതിന്റെ വിഷ്വൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബോധ്യമാകുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതനുസരിച്ചിട്ടാണ് ആ സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്തത്. അപ്പൊ അത് കോടതിക്ക് സ്വീകാര്യമല്ല. പക്ഷേ ശരിയാണ്, അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രായോഗികമായി കോടതിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില ഭക്തർ നിസ്സഹരിച്ചു അല്ലെങ്കിൽ ഭക്തർ പറയുന്നത് പോലെയാണോ പെരുമാറേണ്ടത് എന്ന് കോടതി ചോദിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിലൊരു ഒരു സൂക്ഷ്മതക്കുറവ് ഈ സത്യവാങ്മൂലത്തിൽ ക്രൗഡ് വരുമ്പോഴത്തേക്കുമുള്ള ആ ക്രൗഡിന്റെ അന്നത്തെ ഒരു ഭക്തജന തിരക്കിന്റെ കാര്യത്തെക്കുറിച്ച് അതിനൊന്ന് സൂചിപ്പിച്ചതാണത്. അത് ആ സൂചിപ്പിച്ച രീതിയാണത് പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭക്തരെന്ന് അവിടെ വന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് അതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇതിനൊരു വ്യവസ്ഥാപിതം ഇത്രയും കാലമായിട്ട് തുടർന്നു വരുന്ന രീതികളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പൊ കോടതി അങ്ങ് ദയവായി ഒന്ന് തുടർന്ന ഇപ്പോൾ മന്ത്രി ശ്രീ കെ ശശീന്ദ്രൻ ടെലിഫോണിലുണ്ട്. അങ്ങൊന്ന് തുടർന്നാൽ നന്നായിരുന്നു. മിനിസ്റ്ററെ, ഇതിപ്പോ കോടതിയിൽ നിന്ന് വളരെ രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കുന്നു. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ്. വരാനിരിക്കുന്ന പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ ഒരു അനിശ്ചിതാവസ്ഥയിൽ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇത് എങ്ങനെയാണ് ഇത് നമുക്കൊന്ന് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? നിയമം പാലിക്കണം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂരങ്ങൾ അതൊക്കെ അതിൻ്റെതായ തന്മയോടുകൂടി നടക്കുകയും വേണം. ബഹുമാനപ്പെട്ട കോടതികൾ
ചിലപ്പോൾ പുറപ്പെടുവിക്കുന്ന വിധിന്യായങ്ങൾ നിലവിലുള്ള യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുത്താൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ്. പരമ്പരാഗതമായി നടന്നുവരുന്ന ആഘോഷ ആചാരങ്ങളുടെ മേലിൽ അത് നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള ഉത്തരവുകളാണ് കോടതിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോടതി വിധി ലംഘിച്ചുകൊണ്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിധി മറികടക്കാൻ ആവശ്യമായ നിയമ നടപടികളിലേക്ക് പോകേണ്ടതായി വരുമെന്നാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന, ആരാധനാലയങ്ങളെ ബാധിക്കുന്ന, ഉത്സവങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. നിയമപരമായും അല്ലാതെയും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ഉത്സവങ്ങൾ ഭംഗിയായി നടക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമോ ആ നടപടികൾ സ്വീകരിക്കണമെന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. അതായത് വരുന്ന കുറച്ച് എനിക്ക് തോന്നുന്നു അധികം സമയമില്ല, കാരണം ഈ ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമായി തുടങ്ങി. അപ്പോൾ വളരെ വേഗത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണമെന്നാണ് ഇപ്പോൾ പൂരപ്രേമികളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ആളുകൾ പറയുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി വേഗം കൂടുമോ? ഒരു ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെ? ഇതിനൊക്കെ ഒരുക്കങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂർ പൂരം അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. അടുത്ത പൂരത്തിന് വേണ്ടി ഇപ്പോഴേ ഈ മാസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഒരുക്കങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലും പ്രതിസന്ധിയിലായി പോകും. ഞങ്ങളുടെ ആഗ്രഹം ഇതെല്ലാം ഭംഗിയായി നടക്കണമെന്നാണ്. കഴിയുന്നത്ര വേഗത്തിൽ നടപടികൾ ചെയ്യാവുന്ന നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ കെ ശശീന്ദ്രൻ പ്രതികരണം അറിയിച്ചത്. ആനകൾ തമ്മിൽ ഇത്ര അകലം വേണം, ആളുകൾ തമ്മിലും ആനകൾ തമ്മിലും ഇത്ര അകലം വേണം എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടരുന്നത് ശ്രീ സുദർശൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വങ്ങളുടെയൊക്കെ യോഗം ചേർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ദേവസ്വം ബോർഡുകൾ കിട്ടിപ്പോൾ മന്ത്രി പറഞ്ഞ് അങ്ങ് കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാരിന്റെ ഒരു ഇടപെടൽ വേഗത്തിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ്. അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ഈ അടുത്ത ഓരോ പൂര ഉത്സവം വരുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും കേസും കൂട്ടവുമായി പോകുന്നത് ഒട്ടും ശുഭകരമായ കാര്യമല്ലല്ലോ. അല്ല, ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭേദഗതി, നിയമത്തിലൊരു ഭേദഗതി, അത് നമ്മുടെ പ്രായോഗികമായിട്ട് നമ്മൾ പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്കനുസൃതമായിട്ട് ഉത്സവാഘോഷങ്ങൾ നടത്തുക, അതിന് പ്രായോഗികമായിട്ടുള്ള രീതിയിൽ അതിന് ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് ഇപ്പോ കോടതിയുടെ ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അതില് മാറ്റം വരുത്താൻ പറ്റുന്നതെങ്കിൽ അതിനനുസരിച്ച് അത് ഗവൺമെന്റിനെ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഗവൺമെന്റിന്റെ അടുത്ത് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതാണ് ഇത്. കാരണം ഇത് സാധാരണഗതിയിലുള്ള ഒരു ഇത് കേരളത്തിലുള്ള മുഴുവൻ ഉത്സവാഘോഷങ്ങളെയും ബാധിക്കുന്നതാണ്. അത് ഇവൻ പള്ളിയിലും അതുപോലെ തന്നെയുള്ള ചന്ദനക്കുളം അങ്ങനെ പോലുള്ള എല്ലാത്തിലും ഇതിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇതിന് അതിന് കാലതാമസം വരാൻ പാടില്ല, വേഗത്തിൽ വേണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ വൃശ്ചികോത്സവം കഴിഞ്ഞിട്ട് ഓരോ ദിവസം ഇപ്പൊ ഏകാദശി നടക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത താലപ്പൊലി വരാൻ പോകുന്നു. അടുത്ത എറണാകുളത്തുള്ള ആതിരോത്സവം വരുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഉത്സവാഘോഷങ്ങളും ഇപ്പോൾ വലിയ തോതിൽ സ്ട്രെസ് വരികയാണ്. ഭക്തജനങ്ങൾക്കും അവർക്ക് ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ചുമതലക്കാരായിട്ടുള്ള ദേവസ്വങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഗവൺമെന്റിനോട് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ അതുമാതിരി അത് വേഗത്തിലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും അതിനുള്ള ശ്രമങ്ങളുണ്ട്, സമ്മർദ്ദമുണ്ട് അല്ലേ? വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ സുദർശൻ പ്രതികരിച്ചതിന്. ഇനി അടുത്തതായി നമ്മളോടൊപ്പം പാറമേക്കാവിന്റെ പ്രതിനിധി ജി രാജേഷ് ചേരുന്നുണ്ട്. ശ്രീ ജി രാജേഷ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പൂരം നടത്തിപ്പിന് ഓരോരുത്തരുടെയും ആശങ്ക എങ്ങനെയാണ്, പ്രത്യേകിച്ച് ദേവസ്വങ്ങളുടെ ആശങ്ക ഏത് രീതിയിലാണ് എന്നുള്ളത്. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഹൈക്കോടതി മുൻപോട്ട് വെച്ച സാഹചര്യത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം ചെയ്യേണ്ടി വരുമല്ലോ ഇപ്പൊ അങ്ങനെയാണല്ലോ സ്ഥിതികൾ. പക്ഷെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടണം. എന്താ വെച്ചാൽ ഇവിടെ ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം, തൃശ്ശൂർ പൂരത്തിലൊക്കെ, പ്രത്യേകിച്ച് ആറാട്ടുപുഴ പൂരത്തിൽ വളരെയധികം ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ആനയും 5 ആനകളെ ഒരുമിച്ച് നിർത്തി 5 കോലങ്ങൾ കയറ്റും. ആ 5 കോലങ്ങൾ നിരവധി ക്ഷേത്രത്തിലെ ദേവീദേവന്മാരാണ്. അവരെ ഒരു മതിൽക്കകത്ത് ഈ 3 മീറ്റർ അകൽച്ചയിൽ നിർത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സ്ഥലമില്ല. അപ്പോ ഈ ആറാട്ടുപുഴ പൂരത്ത് പ്രത്യേകിച്ച്
വളരെയധികം ആചാരമുള്ള ഒരു പൂരമാണ് ആറാട്ടുപുഴ പൂരം. അപ്പൊ അത് ഈ 3 മീറ്റർ അകൽച്ചയിലൊക്കെ വെച്ച് നടത്താൻ കഴിയില്ല. അപ്പൊ അതിനൊരു പോംവഴി ഉടൻ തന്നെ സർക്കാർ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഏറ്റവും വർണ്ണവിസ്മയം എന്ന് പറയുന്ന നമ്മുടെ ഡിവൈൻ ദർബാർ തെക്കോട്ടിറക്കം ഒന്നും ഈ അകൽച്ച പാലിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സർക്കാർ ഇതിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അത് എത്ര വേഗത്തിൽ സാധിക്കും? ഇപ്പൊ മന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ശ്രമം എന്നാണ്. പക്ഷെ ഇതിങ്ങനെ ഇന്ന് നീണ്ടു പോയിക്കൊണ്ടിരുന്നാൽ എല്ലാം ഇതിനുള്ള ഒരുക്കങ്ങൾ പ്രതിസന്ധിയിലായി പോകില്ല. അങ്ങേക്കും അറിയാലോ, പൂരത്തിന് വേണ്ടി ഒരു പൂരം കഴിയുമ്പോൾ തന്നെ അടുത്ത പൂരത്തിനുള്ള പണികൾ തുടങ്ങല്ലേ? തുടങ്ങാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ 15 സെറ്റ് കുടകൾ, അങ്ങനെ അല്ല 15 കുടയായാലും ഒരു സെറ്റ് കുടയാവുള്ളൂ. അപ്പൊ അങ്ങനെ 15 എണ്ണം വെച്ച് 30, 40, 50 സെറ്റ് പണിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ വൈകി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം, എത്ര ആനകളാണ്, എന്താണ്. അതപ്പോ സർക്കാർ ഇടപെട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായും വളരെയധികം നന്ദി നിങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചതിന്. ഇനി നമ്മുടെ പ്രതിനിധി രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, എല്ലാവരും പ്രതികരിക്കുന്നത് തന്നെയാണ്. ഹൈക്കോടതി ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെക്കുകയും അത് നടക്കാത്ത സാഹചര്യത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഹൈക്കോടതി മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് അവർക്കറിയില്ല. അതിൽ ഇടപെടേണ്ടത് സർക്കാർ തന്നെയാണ്. നേരത്തെ സർക്കാർ ഇടപെടൽ ഈ പുരാഘോഷ കമ്മിറ്റികളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇക്കാര്യങ്ങളിൽ നടത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും കോടതി കൃത്യമായിട്ടുള്ള സ്റ്റാൻഡാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കോടതി നേരത്തെ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും പറഞ്ഞത് തങ്ങൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് സുരക്ഷ മുൻനിർത്തിയാണ് എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ആ നിലപാടിൽ തന്നെയാണ് കോടതി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇന്ന് ദേവസ്വം ഓഫീസറോട് ചോദിച്ചത് നിങ്ങൾക്ക് പിന്നിൽ ആരാണ്, നിങ്ങൾക്ക് പിന്നിൽ ആരെങ്കിലും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നടപടി നേരിടേണ്ടി വരുന്നത് പിന്നിലുള്ളവരായിരിക്കില്ല, നിങ്ങളായിരിക്കും എന്ന കാര്യവും കൂടി ദേവസ്വം ഓഫീസറോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കോടതി ഉത്തരവൊക്കെ അങ്ങനെ ഇരിക്കും, പക്ഷെ ഉത്സവം തങ്ങൾ ഈ രീതിയിൽ തന്നെ നടത്തുമെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചിലർ പറഞ്ഞതായി തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യവും കൂടി കോടതി പറയുകയാണ്. എന്തായാലും കോടതി ഇതിനു മുൻപ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റും വളരെ വ്യക്തമാണ്. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യവും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ ഈ നേരത്തെ ദേവസ്വം ഓഫീസർ അഫിഡവിറ്റിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം പോലെ ചില വിശ്വാസികൾ ഇത്തരത്തിൽ നിസ്സഹരിച്ചു എന്ന കാര്യം ഒക്കെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ചില നിലപാടുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭക്തരുടെ ഭാഗത്തുനിന്ന്, ഒരു വിഭാഗം ഭക്തരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദേവസ്വം ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒക്കെയാണെങ്കിൽ അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ മുന്നിലേക്ക് വരും. അതാണ് ദേവസ്വം ഓഫീസർ സൂചിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇത്തരം ചില കാര്യങ്ങളൊക്കെ തന്നെ ചില ഭക്തരുടെ ഭാഗത്തു നിന്നും ചില ഭക്ത അല്ലെങ്കിൽ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ